അത്തിയാണ്. നാൽപ്പാമരത്തിൽ അത്തി അരയാൽ നാലിലൊരു പ്രധാനപ്പെട്ട ചെടിയാണ് ഈ അത്തി. ഇത്തി, ആൽ, അരയാൽ. ത്വക്ക് രോഗത്തിന് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത്തി. ത്വക്ക് രോഗത്തിന് വളരെ പ്രധാനമായ ഒരു മരുന്നായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത്തിയാണ്. നാൽപ്പാമരത്തിൽ അത്തി അരയാൽ നാലിലൊരു പ്രധാനപ്പെട്ട ചെടിയാണ് ഈ അത്തി. ഇത്തി, ആൽ, അരയാൽ. ത്വക്ക് രോഗത്തിന് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത്തി. ത്വക്ക് രോഗത്തിന് വളരെ പ്രധാനമായ ഒരു മരുന്നായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. മേന്തോന്നി എന്ന് അറിയപ്പെടുന്ന വിശേഷപ്പെട്ടൊരു മരുന്നാണിത്. അപൂർവമായ ഒരു മരുന്നാണ്. മുൻകാലങ്ങളിൽ പ്രസവത്തിന് ഈ മല്ലികൾ ഇത് അപൂർവമായിട്ട് ഉപയോഗിച്ച് വരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. മേന്തോന്നി വളരെ വിഷകാരകമാണ് ഈ മരുന്ന്. ഈ മരുന്നിൻ്റെ കായ കഴിച്ചാൽ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടലിന് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപൂർവ മരുന്നായതുകൊണ്ട് ഈ മരുന്ന് വളരെ കിട്ടാത്തൊരു മരുന്നാണ്. അതും മഴക്കാലങ്ങളിലാണ് ഇതിന് അധികം വളർന്ന് കിളിർത്ത് വരുന്നത്. അപൂർവ സ്ഥലത്ത് കാണുന്ന ഒരു മരുന്നാണ്. ഇതിൻ്റെ കായ നമ്മുടെ വിരലിൻ്റെ ചൂണ്ടുവിരലിലും തള്ളവിരലിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ കായ ഉണ്ടാവല്. അത് ശിവശക്തിയാണ്. കിഴങ്ങ് ഈ ശിവശക്തിയാണ് ആ കിഴങ്ങിന് പറയുന്നത്. അത് ഉണക്കാനിട്ടാൽ ഒന്ന് ഉണങ്ങും, ഒന്നും ഉണങ്ങില്ല. ഉണങ്ങാത്ത ശക്തിയും മറ്റേത് ഉണങ്ങുന്നത് ശിവനുമാണ്. അങ്ങനെ ഐതിഹ്യം പറയുന്നത്. ഞങ്ങളീ മരുന്ന് അപൂർവമായി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അടുക്കള വൈദ്യത്തിൻ്റെ ഒരു എപ്പിസോഡിലാണ് ഈ മരുന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തിയാണ്. നാൽപ്പാമരത്തിൽ അത്തി അരയാൽ